മേടം രാശിക്കാർക്ക് ഇന്ന് രാവിലെ തന്നെ ഒരു വ്യക്തമായ ലക്ഷ്യം നിശ്ചയിച്ചാൽ ദിവസം മുഴുവൻ ജോലികൾ എളുപ്പത്തിൽ മുന്നോട്ടു പോകും. ജോലിയിൽ നിങ്ങളുടെ ധൈര്യം നിന്നുപോയ ഒരു പദ്ധതിക്ക് വീണ്ടും വേഗത പകരും. എങ്കിലും ഏതു കാര്യവും തിടുക്കത്തിൽ തീർക്കാതെ ഒന്ന് ആലോചിച്ച ശേഷം മുന്നോട്ടു പോകുക. പണത്തിന്റെ കാര്യത്തിൽ കുടിശ്ശികയായിരുന്ന ഒരു തുക ഇന്ന് കൈയിൽ എത്താൻ സാധ്യതയുണ്ട്. വൈകുന്നേരം അല്പം നടത്തമോ വ്യായാമമോ ശരീരത്തിനും മനസ്സിനും പുതിയ ഊർജം നൽകും. നിങ്ങളുടെ നേതൃപാടവവും ഉത്സാഹവുമാണ് ഇന്ന് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഇടവം രാശിക്കാർക്ക് ഇന്ന് നിങ്ങളുടെ ശാന്തമായ വാക്കുകൾ വീട്ടിലെ ഒരു ചെറിയ പിണക്കം എളുപ്പത്തിൽ പരിഹരിക്കും. ജോലിയിൽ ഏറെ നാളായി നിങ്ങൾ ചെയ്തുവന്ന അധ്വാനത്തിന് ഇന്ന് നല്ല അംഗീകാരം ലഭിച്ചേക്കാം. സാമ്പത്തിക കാര്യത്തിൽ ഒരു പുതിയ സമ്പാദ്യശീലം തുടങ്ങാൻ ഇന്ന് നല്ല ദിവസമാണ്. ഏതെങ്കിലും വലിയ വാങ്ങലിനു മുമ്പ് വിലയും ഗുണനിലവാരവും ഒന്നുകൂടി താരതമ്യം ചെയ്യുക. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സമയത്തിന് ഭക്ഷണവും വേണ്ടത്ര വിശ്രമവും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്ഷമയും സ്ഥിരതയുമാണ് ഇന്ന് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് കരുത്ത് നൽകുന്നത്. മിഥുനം രാശിക്കാർക്ക് ഇന്ന് ഒരു ചെറിയ സന്ദേശമോ ഫോൺ വിളിയോ നല്ലൊരു അവസരത്തിന്റെ സൂചന കൊണ്ടുവന്നേക്കാം. ജോലിയിൽ നിങ്ങളുടെ മൂർച്ചയുള്ള ബുദ്ധി കുരുങ്ങിക്കിടന്ന ഒരു വിഷയത്തിന് പുതിയ വഴി കാണിച്ചുതരും. എന്നാൽ പലരുടെയും വാക്കുകൾക്ക് പിന്നാലെ പോകുന്നതിനു പകരം നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിൽ വിശ്വസിക്കുക. പണത്തിന്റെ കാര്യത്തിൽ ഒരു ചെറിയ അധിക വരുമാന ആശയം ഇന്ന് ഫലം കാണിച്ചേക്കാം. വൈകുന്നേരം ഇഷ്ടമുള്ള പുസ്തകമോ എഴുത്തോ മനസ്സിന് ഉന്മേഷം നൽകും. നിങ്ങളുടെ ആശയവിനിമയ ശേഷിയും സാമർത്ഥ്യവുമാണ് ഇന്ന് നിങ്ങളുടെ വലിയ കരുത്ത്. കർക്കടകം രാശിക്കാർക്ക് ഇന്ന് കുടുംബത്തിലെ ഒരാളുടെ നല്ല വാക്ക് മനസ്സിന് ഊഷ്മളമായ ധൈര്യം പകരും. ജോലിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വവും സത്യസന്ധതയും ഇന്ന് മുതിർന്നവരുടെ വിശ്വാസം നേടിത്തരും. ഏറെ നാളായി മാറ്റിവെച്ചിരുന്ന വീട്ടിലെ ഒരു കാര്യം ഇന്ന് എളുപ്പത്തിൽ പൂർത്തിയാകും. പണത്തിന്റെ കാര്യത്തിൽ വികാരത്തിന് വഴങ്ങാതെ അല്പം കണക്കിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക. വൈകുന്നേരം പ്രിയപ്പെട്ടവർക്കൊപ്പം സമയം ചെലവഴിച്ചാൽ ദിവസത്തിന്റെ ക്ഷീണമെല്ലാം മറന്നുപോകും. നിങ്ങളുടെ സ്നേഹവും കരുതലുമാണ് ഇന്ന് ചുറ്റുമുള്ളവരുടെ മനസ്സ് കീഴടക്കുന്നത്. ചിങ്ങം രാശിക്കാർക്ക് ഇന്ന് നിങ്ങളുടെ ആത്മവിശ്വാസം ഒരു കഠിനമായ സന്ദർഭത്തിൽ എല്ലാവർക്കും വഴികാട്ടും. ജോലിയിൽ നിങ്ങളുടെ ഒരു പദ്ധതിക്കോ നിർദ്ദേശത്തിനോ ഇന്ന് നല്ല അംഗീകാരം ലഭിച്ചേക്കാം. എന്നാൽ വിജയത്തിന്റെ ക്രെഡിറ്റ് സംഘത്തോടൊപ്പം പങ്കിട്ടാൽ നിങ്ങളുടെ ബഹുമാനം ഇനിയും വർദ്ധിക്കും. പണച്ചെലവിന്റെ കാര്യത്തിൽ ഇന്ന് അല്പം സന്തുലനം പാലിക്കുക. വൈകുന്നേരം ഇഷ്ടമുള്ള ഹോബിയോ കളിയോ മനസ്സിന് പുതിയ ഉന്മേഷം പകരും. നിങ്ങളുടെ നേതൃത്വവും ഉദാരതയുമാണ് ഇന്ന് നിങ്ങളെ എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രമാക്കുന്നത്. കന്നി രാശിക്കാർക്ക് ഇന്ന് നിങ്ങളുടെ ആസൂത്രണ ബുദ്ധി കുഴഞ്ഞുമറിഞ്ഞ ഒരു ജോലിയെ ക്രമമായി അടുക്കിവെക്കാൻ സഹായിക്കും. ഒരു ചെറിയ വിശദാംശം നിങ്ങളുടെ സൂക്ഷ്മ ശ്രദ്ധ ഇന്ന് കൃത്യസമയത്ത് കണ്ടെത്തും. സഹപ്രവർത്തകന്റെ സഹകരണം ഇന്ന് നിങ്ങളുടെ ജോലി കൂടുതൽ ലഘുവാക്കും. സാമ്പത്തിക കണക്കുകൾ ഇന്ന് ഒന്ന് പരിശോധിച്ചാൽ വരാനിരിക്കുന്ന ആശയക്കുഴപ്പം ഒഴിവാകും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അമിതമായ ആലോചന ഒഴിവാക്കി അല്പം വിശ്രമത്തിന് ശ്രദ്ധ നൽകുക. നിങ്ങളുടെ ശ്രദ്ധയും കൃത്യതയുമാണ് ഇന്ന് നിങ്ങളുടെ ജോലിക്ക് നല്ല പേര് നേടിത്തരുന്നത്. തുലാം രാശിക്കാർക്ക് ഇന്ന് നിങ്ങളുടെ നീതിയുക്തമായ നിലപാട് ഒരു ആശയക്കുഴപ്പമുള്ള വിഷയത്തിൽ എല്ലാവർക്കും സ്വീകാര്യമാകും. ജോലിയിൽ ഒരു പുതിയ കൂട്ടായ്മയോ സംഘപ്രവർത്തനമോ ഇന്ന് നല്ല ഫലം കാണിച്ചേക്കാം. കല, ഡിസൈൻ അല്ലെങ്കിൽ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഇന്ന് പ്രത്യേക പ്രചോദനം ലഭിക്കും. പണത്തിന്റെ കാര്യത്തിൽ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സമയമെടുത്ത് തീരുമാനമെടുക്കുക. വൈകുന്നേരം പ്രിയപ്പെട്ടവർക്കൊപ്പം സമയം ചെലവഴിച്ചാൽ മനസ്സിന് സംതൃപ്തി ലഭിക്കും. നിങ്ങളുടെ മര്യാദയും സന്തുലനവുമാണ് ഇന്ന് എല്ലാവരുടെയും വിശ്വാസം നേടുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് ഇന്ന് നിങ്ങളുടെ മൂർച്ചയുള്ള ശ്രദ്ധ മറച്ചുവെച്ച ഒരു വിഷയത്തിന്റെ യഥാർത്ഥ രൂപം പുറത്തുകൊണ്ടുവരും. ജോലിയിൽ നിങ്ങളുടെ ഏകാഗ്രത ഒരു കഠിനമായ ജോലിയെ പ്രതീക്ഷിച്ചതിലും വേഗം പൂർത്തിയാക്കും. പഴയ ഒരു ആശയക്കുഴപ്പം ഇന്ന് തെളിഞ്ഞ് മനസ്സിന് ആശ്വാസം ലഭിക്കും. പണത്തിന്റെ കാര്യത്തിൽ പെട്ടെന്ന് ലാഭമുണ്ടാക്കാനുള്ള പ്രലോഭനത്തിൽ വീഴാതെ എല്ലാം പരിശോധിച്ച് മുന്നോട്ടു പോകുക. മനസ്സിന് സമ്മർദ്ദം കൂടിയാൽ വിശ്വസ്തരോട് സംസാരിച്ച് ഭാരം ഇറക്കിവെക്കുക. നിങ്ങളുടെ ധൃതതയും ആഴമുള്ള ബുദ്ധിയുമാണ് ഇന്ന് നിങ്ങളുടെ വിജയത്തിന്റെ അടിത്തറ. ധനുരാശിക്കാർക്ക് ഇന്ന് പുതിയ എന്തെങ്കിലും പഠിക്കാനോ എവിടെയെങ്കിലും യാത്ര പോകാനോ ഉള്ള ചിന്ത മനസ്സിന് പുതിയ ഉത്സാഹം പകരും. ജോലിയിൽ നിങ്ങളുടെ നേരായതും സത്യസന്ധവുമായ വാക്കുകൾ ഒരു ആശയക്കുഴപ്പം എളുപ്പത്തിൽ പരിഹരിക്കും. ദൂരെയുള്ള ഒരു സുഹൃത്തിൽ നിന്നോ ബന്ധുവിൽ നിന്നോ ഇന്ന് നല്ല വാർത്ത വന്നേക്കാം. പണത്തിന്റെ കാര്യത്തിൽ അമിതമായ പ്രതീക്ഷയ്ക്ക് പകരം അല്പം ജാഗ്രത നല്ലതാണ്. വൈകുന്നേരം പ്രകൃതിയോട് അടുത്ത സമയമോ അല്പം നടത്തമോ മനസ്സിന് പുതുമ പകരും. നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും അറിവിനോടുള്ള ആഗ്രഹവുമാണ് ഇന്ന് നിങ്ങളെ മുന്നോട്ടു നയിക്കുന്നത്.
മകരം രാശിക്കാർക്ക് ഇന്ന് നിങ്ങളുടെ ക്ഷമയോടെയുള്ള അധ്വാനം ഒരു പ്രയാസമുള്ള ജോലിയെ വിജയകരമായി പൂർത്തിയാക്കാൻ വഴിയൊരുക്കും. ജോലിയിൽ അനുഭവസമ്പന്നനായ ഒരാളുടെ ഉപദേശം ഇന്ന് നിങ്ങളുടെ അടുത്ത ചുവട് വ്യക്തമാക്കും. ഒരു ദീർഘകാല സാമ്പത്തിക പദ്ധതി ഇന്ന് നല്ല രൂപം പ്രാപിക്കും. എല്ലാ ജോലിയും നിങ്ങൾ തന്നെ ചുമക്കുന്നതിന് പകരം അല്പം ഉത്തരവാദിത്തം മറ്റുള്ളവർക്കും പങ്കിട്ട് ഭാരം കുറയ്ക്കുക. കുടുംബത്തോടൊപ്പം അല്പം സമയം ചെലവഴിച്ചാൽ മനസ്സിന് സമാധാനം ലഭിക്കും. നിങ്ങളുടെ പ്രതിബദ്ധതയും അച്ചടക്കവുമാണ് ഇന്ന് നിങ്ങളെ സ്ഥിരമായി മുകളിലേക്ക് നയിക്കുന്നത്. കുംഭം രാശിക്കാർക്ക് ഇന്ന് നിങ്ങളുടെ പുതിയ ആശയം എല്ലാവരും ഉപേക്ഷിച്ച് ഒരു പ്രശ്നത്തിന് എളുപ്പമുള്ള പരിഹാരം കാണിച്ചുതരും. സംഘപ്രവർത്തനത്തിൽ നിങ്ങളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിന് ഇന്ന് പ്രത്യേക അംഗീകാരം ലഭിക്കും. സാങ്കേതികവിദ്യയോ പുതിയ കഴിവോ പഠിക്കുന്ന കാര്യത്തിൽ ഇന്ന് നല്ല പുരോഗതി കാണും. പഴയ ഒരു പരിചയക്കാരനിൽ നിന്ന് ഇന്ന് അപ്രതീക്ഷിതമായ സഹായം ലഭിച്ചേക്കാം. പണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം തിടുക്കമില്ലാതെ ആലോചിച്ച് എടുക്കുക. നിങ്ങളുടെ സർഗാത്മക മനസ്സാണ് ഇന്ന് എല്ലാവർക്കും പുതിയ വഴി കാണിക്കുന്നത്. മീനം രാശിക്കാർക്ക് ഇന്ന് നിങ്ങളുടെ ഉൾക്കാഴ്ച ഒരു ആശയക്കുഴപ്പമുള്ള വിഷയത്തിൽ ശരിയായ തിരഞ്ഞെടുപ്പിലേക്ക് വിരൽ ചൂണ്ടും. സർഗാത്മകമോ കലാപരമോ ആയ ജോലിയിൽ ഇന്ന് നിങ്ങൾക്ക് പ്രത്യേക ആനന്ദവും അംഗീകാരവും ലഭിക്കും. അടുത്ത ഒരാളുടെ മനസ്സിന്റെ ഭാരം നിങ്ങളുടെ സൗമ്യമായ വാക്കുകൾ കൊണ്ട് ലഘൂകരിക്കാം. പണത്തിന്റെ കാര്യത്തിൽ ഇന്ന് വികാരത്തിന് വഴങ്ങാതെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക. ധ്യാനമോ പ്രാർത്ഥനയോ അല്പം മൗനമോ ഇന്ന് മനസ്സിന് ശാന്തിയും കരുത്തും നൽകും. നിങ്ങളുടെ കാരുണ്യവും സൗമ്യ സ്വഭാവവുമാണ് ഇന്ന് പലരുടെയും മനസ്സ് കീഴടക്കുന്നത്.